ഓം നമോ നാരായണായ. നാരായണീയം ദശകം 24 പ്രഹ്ലാദചരിതം. ആദ്യമായി ഹിരണ്യകശിപുവിന്റെ കഥ അവതരിപ്പിക്കുന്നു. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവഭവതാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാതി സദസി പ്രതിജ്ഞാമാതേനേ തവ കില വധാർത്ഥം മുരരിപോ. അലയോ ഭഗവാനേ മുരാന്തക, അവിടുന്ന് ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ സമുദ്രത്തിൽ ഒളിപ്പിച്ചപ്പോൾ വരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിദേവിയെ ഉദ്ധരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചപ്പോൾ ആ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യ എന്ന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന ഹിരണ്യകശിപു എന്നു പേരായ ആ അസുരൻ സഹോദരൻ മരിച്ചതിലുള്ള ദുഃഖം കൊണ്ടും തൻ്റെ സഹോദരനെ വധിച്ചയാളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന അമർഷം കൊണ്ടും സന്തോഷം മിക്കവാറും നശിച്ചവനായി അസുര സദസ്സിൽ വെച്ച് ഭഗവാനെ അവിടുത്തെ നിഗ്രഹിക്കാൻ പ്രതിജ്ഞ ചെയ്തുവല്ലോ. ഹിരണ്യകശിപു ഭഗവാനെ നിഗ്രഹിക്കാനായിട്ടുള്ള ശക്തി ലഭിക്കാനായി തപസ്സു ചെയ്യുന്നു. വിധാതാരം ഘോരം സഖലു തപസിത്വാനചിരത പുര സാക്ഷാത് കുർവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗതിഹ ഭവന്നായകമിതം പരിക്ഷുന്ദന്നിന്ദ്രാദഹരത ദിവം ത്വാമഗണയൻ. ഹിരണ്യകശിപു ഭഗവാനെ നിഗ്രഹിക്കാനായി ശക്തി ലഭിക്കുന്നതിനായി അതികഠിനമായ തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ തീവ്രത കൊണ്ട് താമസിയാതെ തന്നെ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. താൻ ദേവന്മാരാലോ മനുഷ്യരാലോ പക്ഷിമൃഗാദികളാലോ മരിക്കാൻ പാടില്ല, രാത്രിയോ പകലോ മരിക്കാൻ പാടില്ല, വീടിനകത്തോ പുറത്തോ വെച്ച് മരിക്കാൻ പാടില്ല, ആയുധങ്ങൾ കൊണ്ട് മരിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കുറേ വ്യവസ്ഥകളൊക്കെയുള്ള ഒരു വിചിത്രമായിട്ടുള്ള വരമാണ് ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്തത്. വരം ലഭിച്ച ഹിരണ്യകശിപു അഹങ്കാരിയായി തീർന്നു. അങ്ങനെ അഹങ്കാരമത്തനായി ദേവന്മാരെയും മനുഷ്യരെയും എല്ലാം ഉപദ്രവിച്ച് എല്ലാ ലോകങ്ങളും തൻ്റെ കാൽക്കീഴിലാക്കി ഭഗവാനെപ്പോലും കണക്കാക്കാതെ ഭഗവാനാകുന്ന നായകനോട് കൂടിയ ഈ ജഗത്തിനെ തകർത്തുകൊണ്ട് സർവ്വലോകങ്ങളും തൻ്റെ അധീനതയിലാക്കി ഇന്ദ്രനെ തോൽപ്പിച്ച് സ്വർഗവും കൈക്കലാക്കി. ഹിരണ്യകശിപു അഹങ്കാരം വർദ്ധിച്ച് വിഷ്ണുവിനെ നിഗ്രഹിക്കാൻ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു. നിഹന്തും ത്വാം ഭൂയസ്തവ പദമവാപ്തസ്യ ച വിഭോർ ബഹിർദൃഷ്ടേരന്തർദതിത ഹൃദയേ സൂക്ഷ്മവപുഷാ തദന്നുച്ഛൈസ്തത്രാപ്യഖിലഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സഖലു ചിതകാശീ നിവവൃതേ. അനന്തരം ഹിരണ്യകശിപു ഭഗവാനെ നിഗ്രഹിക്കാൻ ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ ഒരു സൂത്രം കാണിച്ചു. ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ദൃഷ്ടിയിൽ നിന്നും അന്തർധാനം ചെയ്തു. എന്നിട്ട് സൂക്ഷ്മരൂപനായി ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ കയറിയിരുന്നു. ഹിരണ്യകശിപു ആവട്ടെ ഭഗവാനെ കാണാൻ സാധിക്കാഞ്ഞപ്പോൾ ഭഗവാനെ എവിടെയെല്ലാം വൈകുണ്ഠത്തിലാകെ തിരഞ്ഞു. അങ്ങനെ ഭഗവാനെ കാണാതിരുന്നപ്പോൾ ഹിരണ്യകശിപു വിചാരിച്ചു താൻ വന്നത് കണ്ട് ഭഗവാൻ ഭയന്ന് ഓടിപ്പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുണ്ഠം മുഴുവനും തിരഞ്ഞ്, മാത്രമല്ല മറ്റെല്ലാ ലോകങ്ങളിലും തിരഞ്ഞ് ഭഗവാനെ കാണാതിരുന്നത് കൊണ്ട് ഹിരണ്യകശിപു താൻ വിജയിച്ചു എന്ന് സ്വയം അഭിമാനിച്ച് മടങ്ങി വന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരും ഹിരണ്യകശിപുമാരാണ്. നമ്മുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. എന്നാൽ നാം അത് അറിയാതെ ഭഗവാനെ പുറത്തെല്ലാം അന്വേഷിക്കുകയാണ്. ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇവിടെ ഹിരണ്യകശിപുവിന് വൈകുണ്ഠമാകെ തിരഞ്ഞിട്ടും മറ്റെല്ലാ ലോകങ്ങളിലും ഭഗവാനെ തിരഞ്ഞു നടന്നിട്ടും ഭഗവാനെ കാണാൻ സാധിച്ചില്ല. തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ അറിയാൻ ഹിരണ്യകശിപുവിന് സാധിച്ചില്ല. ഭഗവാൻ വിചാരിച്ചാലേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഹിരണ്യകശിപുവിന് മഹാഭക്തനായ പുത്രൻ ജനിച്ചു എന്ന് പറയുന്നു. തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതൗ
മുനേർവീണാപാണേരധിഗത ഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യ ശിശുരപി സമേത്യ ത്വയിരതിം ഗതത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. അല്ലയോ സർവാഭിഷ്ടങ്ങളും നൽകുന്ന ഭഗവാനെ, അങ്ങനെ കുറച്ചു കാലത്തിനു ശേഷം ആ ഹിരണ്യകശിപുവിന് ഭഗവത് ഭക്തനായ പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ജനിച്ചു. ഹിരണ്യകശിപു വൈകുണ്ഠത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം വീണ്ടും തപസ് ചെയ്യാൻ മന്ദരാദ്രിയിൽ പോയി. അങ്ങനെ ഹിരണ്യകശിപു ഇല്ലാതിരുന്ന സമയത്ത് ദേവന്മാർ അസുരന്മാരെ തോൽപ്പിച്ചു. ഗർഭിണിയായിരുന്ന ഹിരണ്യകശിപുവിൻ്റെ പത്നി കയാധുവിനെ, പ്രഹ്ലാദ മാതാവിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ മാർഗമധ്യേ നാരദ മഹർഷി അത് കണ്ടെത്തി കയാധുവിനെ മോചിപ്പിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗർഭസ്ഥനായ പ്രഹ്ലാദനെ ഉദ്ദേശിച്ച് നാരദ മഹർഷി കയാധുവിന് ഭക്തിജ്ഞാന മാർഗങ്ങൾ ഉപദേശിച്ചു. അതുകൊണ്ട് ഗർഭസ്ഥനായിരിക്കെ തന്നെ പ്രഹ്ലാദന് ഭക്തിമാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്രകാരം നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാനിലുള്ള ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദൻ അസുരബാലനാണെങ്കിലും ഭഗവാനിൽ അതീവ ഭക്തി നേടിയിട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് മുഖ്യോദാഹരണമായി തീരുകയും ചെയ്തു. പ്രഹ്ലാദന്റെ ഭക്തിദാർഢ്യമാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ വിധമിതമഭദ്രായ ദൃഢം ഇത്യവാകുർവൻ സർവം തവ ചരണഭക്തൈവ വവൃധേ. ആസുരിക സ്വഭാവമുള്ളവരെയാണല്ലോ അസുരന്മാരെന്ന് പറയുന്നത്. ചീത്ത ചിന്തകളും പ്രവർത്തികളുമൊക്കെ ചെയ്യുന്നവരാണ് അസുരന്മാര്. അപ്പൊ അവർക്ക് മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസപാത്രമാണ്. മഹാവിഷ്ണുവിനെ ഒരു ശത്രുവായിട്ടാണ് അസുരന്മാര് കണക്കാക്കുന്നത്. ആസുരിക ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് കരുതുന്നവരാണവർ. അങ്ങനെ ദുഷ്ടഹൃദയനായ ഹിരണ്യകശിപുവിന് തൻ്റെ മകൻ ഒരു മഹാവിഷ്ണു ഭക്തനാണ് എന്ന് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. ബാലനായ പ്രഹ്ലാദൻ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മകനെ ലാളിച്ചുകൊണ്ട് മടിയിലിരുത്തി എന്തൊക്കെയാണ് ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചത് എന്നെല്ലാം ഹിരണ്യകശിപു ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നത്, ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ശക്തി മഹാവിഷ്ണുവാണ്, ഭഗവാനാണ് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപു ഗുരുക്കന്മാരെ ശാസിക്കുകയാണ് ചെയ്തത്. എന്താണ്, ഇതൊക്കെയാണോ എൻ്റെ മകനെ പഠിപ്പിച്ചിരിക്കുന്നത്? അവനെ അസുര സംസ്കാരമാണ് പഠിപ്പിക്കേണ്ടത് എന്ന് കർശനമായിട്ട് താക്കീത് ചെയ്യുകയാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞത് ധിക്കരിക്കാൻ പാടില്ല എന്ന് പ്രഹ്ലാദനറിയാം. അപ്പൊ അച്ഛൻ പറയുന്നത് കൊണ്ട് ഗുരുകുലത്തിൽ പോകുന്നു, അവിടെ പോയി ഇരിക്കും. എന്നാൽ ഗുരുക്കന്മാർ പറയുന്നതിലൊന്നും മനസ്സ് കൊടുക്കാതെ അവർ പറയുന്നതും ഒക്കെ തള്ളിക്കളഞ്ഞ് ഇതെല്ലാം തനിക്കുള്ളതല്ല, ഇതെല്ലാം തിന്മയാണ്, നന്മയ്ക്കുള്ളതല്ല, തീർച്ചയായും ഇത് നന്മയ്ക്കുള്ളതല്ല, ഇതെല്ലാം തിന്മയാണ് എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് തൻ്റെ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവത് ഭക്തനായിട്ട് തന്നെ പ്രഹ്ലാദൻ വളർന്നു വരികയാണ്. അപ്പൊ പ്രഹ്ലാദൻ വളരുന്നതോടൊപ്പം തന്നെ പ്രഹ്ലാദന്റെ ഭഗവത് ഭക്തിയും അനുദിനം വർദ്ധിച്ചു വന്നു. ഇപ്രകാരം പ്രഹ്ലാദനെ അസുര സംസ്കാരം പഠിപ്പിക്കണമെന്ന് ഗുരുക്കന്മാരോട് കർശനമായി താക്കീത് ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തൻ്റെ മകൻ്റെ ആ ഭഗവത് ഭക്തിയെല്ലാം മാറിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് വീണ്ടും പ്രഹ്ലാദനോട് ചോദിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദന്റെ ആ ഭഗവത് ഭക്തിയെല്ലാം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതി ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, നീ പഠിച്ചവയിൽ വെച്ച് ഏറ്റവും ഉത്തമം എന്താണ്? അതിന് മറുപടിയായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു, പരമമായ ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഹിരണ്യകശിപു ആകുലനായി തീർന്നു. എന്താണ് തൻ്റെ മകൻ ഇങ്ങനെ പറയുന്നത്? അസുരന്മാർ ശത്രുവിനെ പോലെ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ ദാസനായി തീരുക തൻ്റെ മകൻ. അത് കണ്ട് ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. ഗുരുക്കന്മാരോടാണ് ദേഷ്യം വന്നത്. ഇങ്ങനെയാണോ വീണ്ടും പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ്
ഗുരുക്കന്മാരുടെ നേരെ കോപിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ അന്ന് പറഞ്ഞതല്ലേ ഇവന്റെ ഈ ദുർബുദ്ധിയെ മാറ്റിയെടുക്കണമെന്ന്, പിന്നെയും എന്താണ് ഇവൻ ഇപ്രകാരം പറയുന്നത്? അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, എന്നാൽ അങ്ങയുടെ മകന് കിട്ടിയ ഈ ബുദ്ധി അത് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിയാണ്, ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള ബുദ്ധിയാണ്, അതിനെ മാറ്റാൻ കഴിയില്ല, ഞങ്ങളെ കൊണ്ട് അത് മാറ്റാനാവില്ല എന്ന് തീർത്തും പറഞ്ഞു. അപ്പോൾ ഹിരണ്യകശിപുവിന് മനസ്സിലായി തൻ്റെ മകൻ മഹാവിഷ്ണുവിൻ്റെ ദാസനായി തീർന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ഹിരണ്യകശിപു അസുരവംശത്തിന് തന്നെ കളങ്കമായി തീർന്ന തൻ്റെ മകനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. ഭഗവത് പാദാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി പ്രഹ്ലാദന്റെ നേരെ കടുത്ത മാർഗങ്ങൾ പ്രയോഗിക്കുകയാണ് ഹിരണ്യകശിപു. എന്തൊക്കെ മാർഗങ്ങളാണ് ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാനായിട്ട് പ്രയോഗിച്ചത് എന്നാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സശൂലൈരാവിദ്ദ സുബഹുമതിതോ ദിഗ്ഗജഗണൈർ മഹാസർപ്പൈർദഷ്ടോപ്യനശനഗരാഹാരവിതുത ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നൈ വിഭോ ത്വയിന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. അല്ലയോ സർവശക്തനായ പരബ്രഹ്മമൂർത്തേ, പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി ഹിരണ്യകശിപു പല പ്രാവശ്യം ആ കുഞ്ഞു ശരീരത്തിൽ ശൂലങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. എന്നിട്ടും പ്രഹ്ലാദന്റെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. പിന്നെ വലിയ ആനകളുടെ സമൂഹം കൊണ്ട്, വലിയ ആനകളുടെ ഒരു കൂട്ടം കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കൊടും പാമ്പുകളാൽ, വളരെയധികം വിഷമുള്ള സർപ്പങ്ങളാൽ കടിപ്പിച്ചു. ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. വിഷമുള്ള ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. വലിയ കുന്നിൻ്റെ മീതെ നിന്ന് താഴോട്ട് തള്ളിയിട്ടു. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഇത്രയൊക്കെ ഉപദ്രവിക്കപ്പെട്ടിട്ടും ആ കുഞ്ഞു പ്രഹ്ലാദന് ആ ശരീരത്തിനൊരു പോറലോ ഒരു വേദന പോലും അനുഭവിക്കുകയുണ്ടായില്ല. ആശ്ചര്യം തന്നെ എന്ന് പറയാണ്. അതായത് പ്രഹ്ലാദന് എല്ലാം ഭഗവാനാണ്. പ്രഹ്ലാദൻ വളരെ കുട്ടിയാണ്, സഹായത്തിന് ആരുമില്ല. സ്വന്തം അച്ഛനാണ് തല്ലെ കൊല്ലാനായിട്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത്. സ്വന്തം അച്ഛനെയും ഭഗവാനായിട്ടാണ് പ്രഹ്ലാദൻ കാണുന്നത്. അതുകൊണ്ട് പ്രഹ്ലാദൻ എന്താ ചിന്തിക്കുന്നത്? ഇതെല്ലാം ഭഗവാൻ തൻ്റെ മേലെ കാണിക്കുന്ന ഒരു ലീലയാണ്. അങ്ങനെയാണ് പ്രഹ്ലാദൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ചിരിക്കുന്ന പ്രഹ്ലാദന് ഇത്രയൊക്കെ പീഡകൾ ഏറ്റിട്ടും ശരീരത്തിലൊരു പോറലോ വേദനയോ ഒന്നും തന്നെ അനുഭവിക്കുകയുണ്ടായില്ല. അത്ഭുതം തന്നെ, ആശ്ചര്യം തന്നെ എന്ന് പറയാണ് മേൽപ്പത്തൂർ. 14 ലോകവും തൻ്റെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയ ഹിരണ്യകശിപു തൻ്റെ പുത്രനായ പ്രഹ്ലാദന്റെ മുമ്പിൽ തോറ്റുപോവാണ്. തദശങ്കാവിഷ്ട സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണദ് ഗുരോശ്ച സാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമഭിവിജ്ഞാനമശിഷദ്. ഭഗവത് ഭക്തനായ തൻ്റെ പുത്രനോട് ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിച്ച അതിദുഷ്ടനായ ഹിരണ്യകശിപു താൻ മകനെ കൊല്ലാനായിട്ട് ചെയ്ത ഈ ശ്രമങ്ങളൊക്കെ വിഫലമായി എന്ന് കണ്ടപ്പോൾ സംഭ്രാന്തനായി. എന്നിട്ട് അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു, നമുക്ക് പ്രഹ്ലാദനെ ഗുരുഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിക്കാം. അങ്ങനെയാകുമ്പോൾ പ്രഹ്ലാദൻ എങ്ങോട്ടും പോകില്ല, പ്രഹ്ലാദൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഗുരുഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രഹ്ലാദൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡകൾ ഏറ്റുവാങ്ങിയത് പ്രഹ്ലാദൻ. എന്നിട്ട് പോലും പ്രഹ്ലാദന് യാതൊരു കൂസലും ഉണ്ടായില്ല. കാരണം പ്രഹ്ലാദന് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് എല്ലാറ്റിനും അഭയമായ ഭഗവാനാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഗുരുഗൃഹത്തിൽ വരുണപാശങ്ങളെ കൊണ്ട് ബന്ധിതനായപ്പോഴും പ്രഹ്ലാദന് ഒരു കൂസലുണ്ടാകുന്നില്ല, ഒരു ഭയവും തോന്നുന്നില്ല. പ്രഹ്ലാദനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല.
അപ്പോഴും പ്രഹ്ലാദൻ അസുരക്കുട്ടികളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവർ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നവർ അറിയുന്നില്ലല്ലോ എന്ന് ആ കുട്ടികളോട് സഹതാപമാണ് പ്രഹ്ലാദന് തോന്നുന്നത്. അതുകൊണ്ട് ഗുരുക്കന്മാർ ഇല്ലാതിരുന്ന സമയത്ത് പ്രഹ്ലാദൻ ഈ അസുരക്കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി ഭഗവത് തത്വം എന്താണെന്നും ആത്മവിദ്യയെക്കുറിച്ചും പരമമായ ലക്ഷ്യം എന്താണെന്നും മോക്ഷമാർഗത്തെക്കുറിച്ചുമെല്ലാം അസുരക്കുട്ടികളെ പഠിപ്പിക്കുകയാണ് പ്രഹ്ലാദൻ ചെയ്യുന്നത്. ഭഗവാനിൽ മനസ്സും ശരീരവും പൂർണ്ണമായും അർപ്പിച്ചിരിക്കുന്ന ഒരു ഭക്തന് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്രകാരം പ്രഹ്ലാദനിൽ നിന്ന് ഭഗവത് ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അസുരബാലന്മാർ മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വത്സ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. പ്രഹ്ലാദനിൽ നിന്ന് ഭഗവത് മഹാത്മ്യം മനസ്സിലാക്കിയ അസുരബാലന്മാർ ഭഗവാനെ സ്തുതിക്കുന്നതിൽ താല്പര്യമുള്ളവരായി തീർന്നു. അപ്പോൾ ആദ്യമൊക്കെ പ്രഹ്ലാദൻ മാത്രമേ ഭഗവാനെ സ്തുതിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അസുരബാലന്മാർ എല്ലാവരും ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഈ വിവരം ഗുരുക്കന്മാർ ഹിരണ്യകശിപുവിനെ ധരിപ്പിച്ചു. ഇതു കേട്ട ഹിരണ്യകശിപു കോപം കൊണ്ട് സ്ഥലകാല ബോധമില്ലാതായി. കോപം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയായി ഹിരണ്യകശിപുവിന്. അങ്ങനെ കോപാന്ധനായ ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ നേരെ ചെന്നിട്ട് പ്രഹ്ലാദനെങ്ങനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിക്കാണ്, കുലദ്രോഹി, എവിടുന്നാണ് നിനക്ക് ഇത്ര ധൈര്യം? ആരാണ് നിന്റെ ബലം? അങ്ങനെ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ നിർഭയനായി ഒരു കൂസലും കൂടാതെ അച്ഛൻ്റെ നേരെ ധൈര്യത്തോടു കൂടി പറയാണ്, സാക്ഷാൽ വിഷ്ണുവാണ് എൻ്റെ ബലം, എൻ്റെ മാത്രമല്ല അങ്ങയുടെ ബലവും വിഷ്ണുവാണ്, ഈ 3 ലോകവും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ കോപം കൊണ്ട് ഗർജിച്ചു നിൽക്കുന്ന തൻ്റെ അച്ഛൻ്റെ നേരെ ധൈര്യത്തോടു കൂടി തുറന്നടിച്ച് പ്രഹ്ലാദൻ പറഞ്ഞു. ഈ 3 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഭഗവാൻ തന്നെയാണ് എന്ന് പ്രഹ്ലാദൻ മുഖത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ ഉണ്ടായ ഹിരണ്യകശിപുവിൻ്റെ ആ ആക്രോശമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോദിതി സുധ അത പശ്ചാദ് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. പ്രകാരം തൻ്റെ ബലം വിഷ്ണുവാണ്, ഈ 3 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഭഗവാനാണ് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ ദിതിയുടെ പുത്രനായ ഹിരണ്യകശിപു ക്രോധം കൊണ്ട് വിറച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ആ വാളിളക്കി, എവിടെ നീ പറയുന്ന വിഷ്ണു എവിടെ? സകല ജഗത്തിനും സ്വരൂപനായ ആ വിഷ്ണു എവിടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ വാളിളക്കിയിട്ട് പ്രഹ്ലാദനെ വെട്ടാനായിട്ടാണ് ഒരുങ്ങിയത്. എന്നാൽ പ്രഹ്ലാദൻ പറയുന്നത് പരീക്ഷിക്കാനായിട്ട് സർവവ്യാപിയായ നിന്റെ വിഷ്ണു ഈ തൂണിലുമുണ്ടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ തൂണിനെ തൻ്റെ മുഷ്ടി കൊണ്ട് ശക്തിയായിട്ട് ഒരു ഇടി കൊടുത്തു. ഭഗവാനെ മേൽപ്പത്തൂര് പറയാണ്, പിന്നീടുണ്ടായ സംഭവം ഭഗവാനെ അത് പറയാനുള്ള ശക്തി എനിക്കിപ്പോഴില്ല, ഞാൻ അശക്തനാണ്, കൃപാമയനായ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ ആനന്ദിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നു.